ഗായ്സ്, നിങ്ങൾ എൻ്റെ വീഡിയോ എനിക്ക് എന്താ കൃഷി ഞാൻ ചെയ്യാനൊക്കെ എത്രയോ കാലമായില്ലേ നിങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു കൃഷിത്തോട്ടത്തിലെ എൻ്റെ കുഞ്ഞി പച്ചമുളക് നമുക്ക് പറിച്ചാലോ. അപ്പം ഗായ്സ്, നമ്മളിപ്പോൾ ഫസ്റ്റത്തെ തൈലുണ്ടായിട്ടില്ല ഗായ്സ്. സെക്കൻഡാമത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. ഗായ്സ്, ഞാൻ രണ്ടാമത്തെ പറിച്ചെടുത്തു. ഞാൻ അടുത്തത് ഇപ്പോൾ പറിക്കാൻ പറ്റില്ല ഗായ്സ്. നമുക്ക് ഇനി ഗായ്സ് അവിടെ ഒന്നും ഉണ്ടായിട്ടുണ്ട്. അവനെ വിളിച്ച് നിൽക്കുകയാണ് ഗായ്സ്. ഇതാ നമ്മളിപ്പോൾ ഒന്നും കൂടെ പറിച്ചിട്ടുണ്ട്. പിന്നെ അടിയിൽ നിന്ന് ഒന്നും കൂടെ കിട്ടി. നമുക്കിപ്പോൾ അത്രയും പച്ചമുളക് കിട്ടി. ഇനി ഇത് രണ്ടെണ്ണം നമുക്ക് പറിച്ചെടുക്കാം. ഇതിൻ്റെ ഈ സൈഡിൽ അതല്ലാതെ എവിടെയോ ഒന്ന് ഒളിച്ചിരിക്കുന്നുണ്ട്. രണ്ടാൾക്കാർ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട്. ഇവരെ അങ്ങനെ കാട്ടുകൂട്ടിലാണ് ഉണ്ടാവുക. പച്ചമുളക് ചിലപ്പം വള്ളി മാറി അങ്ങനെ കൂട്ടി നിൽക്കും. അതല്ലാതെ ഇത് പറിക്കാൻ പറ്റില്ല ഗൈസ്. ഇതെന്താ ചെടിയാണ് ഗൈസ്, എന്താണെന്ന് എനിക്കറിയില്ല. പച്ചമുളക് തന്നെ ആയിരിക്കും ഗൈസ്, അല്ല. അവിടെ ഗൈസ് നോക്കിയ ഗൈസ്, പുതിയൊരാളുണ്ടായിട്ടുണ്ട് ഗൈസ്. പുതിയ ആളെ നമ്മൾ ഇതിലേക്ക് പാത്രത്തിലേക്ക് വെച്ചു. അടുത്തത് എവിടെയോ ഒന്നുണ്ട്. എവിടെയാ ഗൈസ്? ഇനി ഗൈസ് നമ്മുടെ തൈയിൽ കണ്ടമാനം പച്ചമുളക് ഗൈസ്. പിന്നെ നിങ്ങൾ പച്ചമുളക് തോട്ടം അതല്ലാതെ കൃഷിത്തോട്ടം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുമാതിരി ഇത്തിരി ചളിയൊക്കെ അങ്ങനെ വാരിട്ടെടുത്തോണ്ടിട്ടോ. നമ്മൾ ഈ ചളിയൊക്കെ വാരിട്ടെടുത്തോണ്ടി. അതെന്തിനാ അറിയോ? നമ്മളെ പച്ചമുളകിന് മണ്ണിലുണ്ടാവുമല്ലോ, നമ്മളെ മണ്ണിൽ. അതിനു വേണ്ടി നമ്മളിപ്പോൾ നമുക്ക് നമ്മളെ ചെടീൻ്റെ മണ്ണ് ഇളക്കണ്ടല്ലോ നമ്മൾ തന്നെ. അത് മണ്ണിലുണ്ടാവുമല്ലോ, നമ്മളെ മണ്ണിൽ. ആ മണ്ണിൽ തന്നെ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? മീൻ പിടിക്കാൻ ഉപയോഗിക്കാം, ചെടിക്ക് ഇതാക്കാൻ ഉപയോഗിക്കാം, അല്ലാതെ നമ്മളെ ചെടീൻ്റെ മണ്ണ് ഇളക്കാൻ ഉപയോഗിക്കാം. ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റൂലേ? അങ്ങനെ നമ്മളിപ്പോൾ ലാസ്റ്റ് പച്ചമുളക് പറിച്ചിരിക്കുകയാണ്. എത്രയും പച്ചമുളകാണ് കിട്ടിയത്. നമുക്ക് നാളെ രാത്രി പുതിയ പച്ചമുളക് ഉണ്ടാവുന്നുണ്ടോ എന്ന് കാത്തിരിക്കാം. അപ്പം രാവിലെ നമ്മുടെ പച്ചമുളക് തോട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യും ഞാൻ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബിലേക്കും ചെയ്യാം. നാളെയും 2 വീഡിയോ ഉണ്ട്. ടാറ്റാ.